അയോധ്യയിൽ ഇന്ന് ധ്വജാരോഹണം. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. വിളംബരം ചെയ്യുന്ന ധ്വജാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും ഇടയിലാണ് ചടങ്ങ്. അതിനു മുൻപായി അയോധ്യയിൽ മോദി റോഡ് ഷോ നടത്തും. രഞ്ജിത്ത് രാമേന്ദ്രൻ അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, ധ്വജാരോഹണത്തിന് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോഴിതാ പതിറ്റാണ്ടുകളായി പ്രകടന പത്രികയിൽ BJP പറഞ്ഞിരുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമെന്നാണ്. ആ വാഗ്ദാനം BJP പൂർത്തീകരിച്ചിരിക്കുന്നു. അവസാന ഒരുക്കങ്ങളും, അതായത് പൂർണ്ണമായും ക്ഷേത്രം വിശ്വാസികൾക്ക് വിട്ടു നൽകാനുള്ള അവസാന തയ്യാറെടുപ്പും ഇന്ന് നടക്കും. പ്രധാനമന്ത്രി എത്തുന്നു. ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണത്തിലായിരിക്കുമല്ലോ അയോധ്യ. ഭവ്യ, ഇവിടെ അല്പസമയത്തിനകം ഏതാണ്ട് 10 മണിക്ക് ശേഷം പ്രധാനമന്ത്രി ഇവിടെ അയോധ്യയിൽ സാക്കേത് കോളേജിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക ഹെലിപാഡിൽ ഇറങ്ങും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന് അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ രാംപത്തിലേക്ക് പോലും മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്നില്ല. അതായത് ആ പ്രദേശങ്ങളിലേക്കൊന്നും മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കുറച്ചു നേരമായി 9 മണി മുതൽ തന്നെ പൂർണ്ണമായും ഇടവഴികളെല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പോലീസിന്റെ, ATSന്റെ ഒപ്പം CRPFന്റെയും മറ്റും നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന ആ വീഥിയാണ് കാണുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നേരെ വിമാനം ഇറങ്ങി അതിനുശേഷം ഈ 3 കിലോമീറ്ററോളം റോഡ് ഷോയിലൂടെ ആയിരിക്കും അദ്ദേഹം ഹനുമാൻഗഡിയിൽ എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഹനുമാൻഗഡിയിൽ എത്തുന്നതിന് മുൻപ് ഈ റോഡ് ഷോ നടത്തും. അതിനുശേഷമാകും അദ്ദേഹം രാംലല്ലയുടെ രാമക്ഷേത്രത്തിലേക്ക് പോവുക. അപ്പോൾ ആ പ്രദേശം മുഴുവൻ പൂർണ്ണമായും ATSന്റെ നിയന്ത്രണത്തിലാണ്. ആന്റി ടെറർ സ്ക്വാഡും കേന്ദ്രസേനയും പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 തലത്തിലുള്ള 3 ടയർ സംവിധാനം സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. 11 മണിക്കോടുകൂടി അദ്ദേഹം 11നോടുകൂടി ഇവിടെ രാമക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ധ്വജാരോഹണം നടക്കുക. 11:58-നും 1 മണിക്കും ഇടയ്ക്കാണ് ഈ ചടങ്ങുകൾ നടക്കുക. 101 ആചാര്യന്മാർ ഈ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. RSS മേധാവി മോഹൻ ഭാഗവത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു. അതിൽ മുഖ്യമായും അതിഥിയായി എത്തിയിരിക്കുന്ന പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹമാണ് 11 അടി ഉയരമുള്ള ധ്വജം 191 അടി ഉയരമുള്ള ഗോപുരത്തിൽ ഉയർത്തുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വാർത്തകളിലൊക്കെ പറഞ്ഞതുപോലെ ഏറെ പ്രത്യേകതയുള്ള ഒരു ധ്വജമാണ്. കാവിക്കൊടിയാണ്. അതിന് സൂര്യന്റെ രൂപമുണ്ടാകും. ഒപ്പം കാറ്റിനെയും മറ്റും പ്രതിരോധിക്കാൻ പറ്റിയ വലിയ സംവിധാനത്തോടു കൂടിയാണ് ആ ധ്വജം ഒരുക്കിയിരിക്കുന്നത്. 3 വർഷം ആയുസ്സുള്ള തുണി കൊണ്ടാണ് ഈ ധ്വജം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വലിയ കാറ്റ്, മഴ, ഇടിമിന്നലൊക്കെ വന്നാൽ പോലും പ്രതിരോധിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ധ്വജമാണ്. അതിന് പ്രത്യേക കൺട്രോൾ ഉണ്ടാകും അയോധ്യ ക്ഷേത്രത്തിൽ തന്നെ. അതിന് പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ടാകും നിയന്ത്രിക്കാൻ. അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി തന്നെയാകും ഇത്തരമൊരു ധ്വജം ഒരു ക്ഷേത്രത്തിന് മുകളിൽ ഉയരുക എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. ഏതായാലും 11:58-നും 1 മണിക്കും ഇടയ്ക്കാണ് ഈ ചടങ്ങ് നടക്കുക. അത് 101 ആചാര്യന്മാർ, അത് കാശി, രാമേശ്വരം, ഒപ്പം ദക്ഷിണേന്ത്യയിൽ നിന്ന് മറ്റുമുള്ള 101 ആചാര്യന്മാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ശില്പികൾ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പണിക്കാർ എന്നിവരുമായി ആശയവിനിമയം നടത്തും എന്ന വിവരം കൂടി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ അതിനുശേഷം അദ്ദേഹം ഏറ്റവും നിർണായകമായ പല ചർച്ചകളിലും യോഗങ്ങളിലും മറ്റും പങ്കെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കാണുന്നതൊക്കെ മാധ്യമപ്രവർത്തകരെയൊക്കെ കടത്തിവിടാതെ റെസ്ട്രിക്ട് ചെയ്യുന്ന സംവിധാനം തന്നെയാണ്. ഒരു മാധ്യമപ്രവർത്തകരെ, അതായത് നമുക്ക് നേരത്തെ ഈ പാസ് തന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടി കവർ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് മുതൽ തന്നെയാണ് ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ ആവേശത്തിലാണ്, ഭക്തനിർഭരമാണ് അയോധ്യയും പരിസര പ്രദേശവും. ഇന്ന് 2 മണി വരെ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതേസമയം 7000-ഓളം ആളുകൾ, നേരത്തെ ഒരു പരാതി ഈ പ്രാൺപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉയർന്നത് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനം നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അത് പരിഹരിച്ചുകൊണ്ട് അയോധ്യ നിവാസികൾക്കും തൊട്ടടുത്തുള്ളവരുമൊക്കെയായ 7000 പേർക്ക് ഇവിടേക്ക് എത്താനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം സച്ചിൻ തെണ്ടുൽക്കർ, MS ധോണി തുടങ്ങിയ ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ടാകും. അമിതാഭ് ബച്ചൻ അടക്കമുള്ള ബോളിവുഡിലുള്ള പ്രമുഖരുണ്ടാകുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആരൊക്കെ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടതുണ്ട് എന്നതുകൂടി ചേർത്ത് വെക്കണം. ഏതായാലും വലിയ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് അയോധ്യ സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി.
തീർച്ചയായും രഞ്ജിത്ത്, അയോധ്യയിലും വലിയ മുഖമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJP ഉയർത്തിക്കാട്ടിയത് രാമക്ഷേത്രത്തിന് തുടക്കം മുതൽ, ആ പണി തുടങ്ങിയത് മുതൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവസാനം ആ ധ്വജാരോഹണം നടക്കുന്ന സമയത്ത് പോലും പ്രധാന മുഖമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിൽക്കുമ്പോൾ, വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലും ഈ അയോധ്യ, ഈ രാമക്ഷേത്രം ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാവില്ലേ? ഈ രാമക്ഷേത്രം ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലേ? ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചപ്പോൾ ഈ രാമക്ഷേത്രം അയോധ്യ ഒരു പ്രധാന വിഷയമായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിലും ഇതൊരു പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമാക്കി BJP ഉപയോഗിക്കില്ലേ? പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ഇവിടെ മുഖ്യ ആചാര്യനായി ഉണ്ടായിരുന്നത് എന്ന് ചേർത്ത് വെക്കണം. അതേ പ്രധാനമന്ത്രി തന്നെ ഇവിടെ ഇപ്പോൾ ധ്വജാരോഹണ ദിവസവും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഉയർന്നിരിക്കുന്ന ഹോർഡിങ്സുകളായാലും ഇവിടെ ഉയർന്നിരിക്കുന്ന എല്ലാ ബോർഡുകളിലും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ തന്നെയാണ്, പടം തന്നെ. അദ്ദേഹത്തെ മുന്നിൽ നിർത്തി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ തീർത്ഥ ട്രസ്റ്റ്, അയോധ്യ ട്രസ്റ്റ് പോലും സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. നേരത്തെ ഭവ്യ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉജ്ജ്വല വിജയം നേടിയെങ്കിൽ പോലും നമുക്കറിയാം, ഈ അയോധ്യയുടെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നു കഴിഞ്ഞുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ പോലും BJP പുറകോട്ട് പോകുന്നു. UP-യിൽ അവർക്ക് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട 30 സീറ്റുകളാണ്. ഒരുപക്ഷെ UP-യിൽ ആ സീറ്റുകൾ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് കേന്ദ്രത്തിൽ BJP-ക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, ഭൂരിപക്ഷ കുറവ് കൊണ്ടുള്ള പ്രതിസന്ധി ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. അത്തരത്തിൽ വളരെ വലിയൊരു തിരിച്ചടി ഇവിടെ നേരിട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ അയോധ്യ നിവാസികൾക്കടക്കം വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഇവിടുത്തെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട BJP കേട്ടിരുന്നത്, അല്ലെങ്കിൽ UP സർക്കാർ കേട്ടിരുന്നത്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട്, പക്ഷെ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ UP-യിൽ ഉജ്ജ്വല വിജയം BJP നേടുന്നതും നമ്മൾ കണ്ടിരുന്നു എന്നതുകൂടി ചേർത്ത് വെക്കണം. ഇപ്പോൾ ഹെലികോപ്റ്ററുകളുടെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാം. പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു അയോധ്യയിൽ എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും വരും ബുള്ളറ്റിനിൽ നമുക്ക് ന്യൂസ് ട്രെൻഡ്സിൽ ഇത് വിശദമായി പരിശോധിക്കണം. അയോധ്യയിലെ ധ്വജാരോഹണം കൃത്യമായി പ്രേക്ഷകരിലേക്ക് ന്യൂസ് 18 എത്തിക്കും. പ്രേക്ഷകർ ന്യൂസ് 18 തുടരുക. ഇടവേളയ്ക്ക് ശേഷം ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. സജിത്ത് ചേരും.